ഗുരുവിനെ സംബന്ധിച്ച് ഗുരു ഒരിക്കലും ഒരു മതവാദി അല്ലല്ലോ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞു. നേരത്തെ ശ്രീ MABB സംസാരിച്ചപ്പോൾ അദ്ദേഹം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുകയുണ്ടായി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ആ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതിന് ശേഷം സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ ഇത് പറഞ്ഞ കവിതയുടെ പേര് തന്നെ ധർമ്മം എന്നാണ് ആ കവിതയുടെ പേര്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സത്യവും ദയവും സ്നേഹം ശുശ്രൂഷയും അഭേദമായി സർവത്തോടും എടുക്കുന്ന ധർമ്മം ശരണമേവനും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. സത്യം, ദയ, സ്നേഹം. സത്യം, ദയ, സ്നേഹം എന്നത് മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നത് സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ക്രക്സ് ഇതാണ്. ഗുരു ഒരു ആധുനിക സമൂഹത്തെ സ്വപ്നം കണ്ട ആളാണ്. അവിടെ ഗുരുവിന് ഏറ്റവും പ്രചോദനമായത് നേരത്തെ പറഞ്ഞ സത്യവും ധർമ്മവും ദയയും സ്നേഹവുമാണ്. അത് ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും ജസ്റ്റിസും എല്ലാം അടങ്ങുന്ന ആധുനിക മൂല്യങ്ങളാണ്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പദം നമ്മുടെ ഭരണഘടനയിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു പദമാണ്. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പദത്തെ ഡോക്ടർ BR അംബേദ്കർ അതിനെ ഡിഫൈൻ ചെയ്തത് മൈത്രിയായിട്ടാണ്. ഗുരു അതിനെ സാഹോദര്യമാണ്. ഗുരുവാണ് സോദരത്വേന വാഴുന്ന, നേരത്തെ അഭിലാഷ് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞു. ആ വാക്കുണ്ടല്ലോ, സോദരത്വേന എന്ന് പറയുന്ന വാക്ക്, സാഹോദര്യം എന്ന് പറഞ്ഞ വാക്ക്, അതാണ് ഫ്രട്ടേണിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു ഒരു ആധുനിക രാഷ്ട്രത്തെ സ്വപ്നം കണ്ട ആളായിരുന്നു. ആധുനിക രാഷ്ട്രം എന്നതിനപ്പുറത്ത്, രാഷ്ട്രത്തിനപ്പുറത്ത് ഏകലോകമാണായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം എന്നത് ഏകലോകമായിരുന്നു. യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ആയിരുന്നു. ഞാൻ രാജ്യത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിർത്തികൾക്കപ്പുറത്തുള്ള മനുഷ്യത്വത്തെയാണ് ഗുരു പ്രതിദാനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ ജന്മം കൊണ്ടപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഗുരു പലതവണ ആവർത്തിച്ച സോദരത്വം, സാഹോദര്യം, ഫ്രട്ടേണിറ്റി പ്രത്യക്ഷപ്പെട്ടതിൽ ഒരത്ഭുതവുമില്ല. അത് ഗുരു റെപ്രസെൻ്റ് ചെയ്ത ഏറ്റവും മഹത്തായ ആശയമാണ്. അത് തന്നെയാണ് ഇന്ത്യയിൽ റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ അഭിലാഷ്, നമ്മൾ ഈ ഒരു ചർച്ചയെക്കുറിച്ച് സംസാരിച്ചാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഞാനതിനെ പോസിറ്റീവായി കൂടി കാണുകയാണ്. എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം സമ്പൂർണ്ണമായി ഭാരതീയ മൂല്യങ്ങൾ മുഴുവൻ തള്ളിക്കളയേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യത്തിൽ പക്ഷേ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭാരതീയ ആയിരക്കണക്കിന് വർഷം ഈ നാട്ടിലെ മനുഷ്യരെ ജാതിയുടെ പേരിൽ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഒരു തൊഴിലിൽ ജനിച്ചു പോയാൽ, ഒരു തൊഴിൽ ചെയ്യുന്ന സമൂഹത്തിൽ ജനിച്ചു പോയാൽ അവരുടെ മക്കളും അതേ തൊഴിൽ ചെയ്യണം. തൊഴിലുകളെ വിഭജിച്ചു, തൊഴിലുകളെ ക്ലാസിഫൈ ചെയ്തു. ചില തൊഴിലുകൾ ഉദാത്തമായി, ചില തൊഴിലുകൾ അങ്ങേയറ്റം മോശമായി. മോശപ്പെട്ട തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന വിശ്വാസമുണ്ടായി. ഗുരു തകർത്തെറിഞ്ഞ ഈ വിശ്വാസത്തെയല്ലേ. അരുവിപ്പുറത്ത് കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈശ്വര പ്രതിഷ്ഠ നടത്തിയതിലൂടെ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ തന്നെയാണ് ഗുരു തള്ളിക്കളഞ്ഞത്. അതായത് ഈശ്വര പ്രതിഷ്ഠ നടത്തുവാൻ ഈ വർണ്ണാശ്രമ ധർമ്മത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തെയാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. എനിക്കതിൻ്റെ അവകാശമുണ്ട്, ഞാൻ ഈ അടിസ്ഥാന ആശയങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആ വർണ്ണാശ്രമ ധർമ്മത്തെ ഗുരു തള്ളിക്കളഞ്ഞു എന്ന് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. ഗുരു വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല. ജാതിയുടെ പേരിൽ മനുഷ്യനെ വിഭജിക്കേണ്ടവരാണ്, പിതാവിന്റെ തൊഴിൽ തന്നെ മക്കളും പിന്തുടരണം എന്ന് പറയുന്ന ആശയത്തെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ആള് തന്നെയാണ് ഗുരു. അതിന് ആര് പറഞ്ഞാലും ശരി തന്നെയാണ്.